പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇണ്ട് മുതൽ ഞങ്ങൾ പഠിക്കുക ഉദ്ദേശിക്കട്ടെ. ആരംഭത്തിൽ ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കണായ പല വിഷയങ്ങളുണ്ട്. ഞങ്ങളെ ജീവന തീരുമ്പോൾ അനുഭവിക്കണായ വിഷയങ്ങളുണ്ട്. ദുനിയവിയായ ജീവിതം നമുക്ക് അസ്തമിക്കുമ്പോൾ പിന്നെ തുടങ്ങണമെങ്കിൽ ഒരു യഥാർത്ഥമായ ലോകമുണ്ട്. മരണ ചൊല്ലതും ആ മരിച്ചൽ പിന്നെ വേണ്ടെങ്കിൽ വിശാലമായ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളും നീണ്ടു നിൽക്കണമെങ്കിൽ ലോകം. അതിൽ ഞങ്ങൾ പല വാതുകളിലായിട്ട് വേറെ വേറെ ശൈലിയിൽ ഞങ്ങൾ കേട്ടിട്ടുള്ള, പക്ഷെ അതെല്ലാം ഒട്ടാക്കിയിട്ട് അതൊരു ഷോർട്ടായിട്ട് മരിപ്പൂ ചെന്നെങ്കിൽ എന്തിര്, മരിപ്പൂ ചെന്നെങ്കിൽ എന്തിര്, മരിക്കുമ്പോൾ ഒരു മനുഷ്യരെ കൽബ് അടിക്കണം. അതേപോലെ പണ്ടിൽ പിന്നെ ഞങ്ങൾ വളരെ പേടിയോടുകൂടി കേൾക്കേണ്ട വിഷയമായിരിക്കട് സൂഉൽ ഖാത്തിമ. മരിക്കുമ്പോൾ ഈമാനില്ലാണ്ട് ചാവുടെ പോലത്തെ ഒരു സാഹചര്യം. ഹുസ്നുൽ ഖാത്തിമ, നല്ല ഈമാനോടുകൂടെ മരിക്കുന്ന വിഷയങ്ങൾ. അങ്ങനെ ചെന്ന് എന്തിര് അത് കിട്ടുന്നുണ്ടെങ്കിൽ എന്തിരെല്ലാം ആക്കണം. അതുപോലെ മലക്കുൽ മൗത്ത് അസ്രാൽ അലൈഹിസ്സലാം 6 അതിലൊട്ടനേമ അയലൊട്ടിಗೆ ഒരു കൂട്ടങ്ങളായ ആൾമാരുള്ളാറാം. അതേപോലെ സക്രാത്തിലെ ബലീഷ് എന്നൊരു പണ്ടേ നിങ്ങൾ കണ്ടുകൊണ്ടുള്ള എന്തിനാ ഈ സക്രാത്തിലെ ബലീഷ് എന്നെങ്കിൽ അത് എല്ലാവർക്കും ഒരേപോലെ ആളനുസരിച്ച് വ്യത്യാസമുണ്ടാ. അതേപോലെ സക്രാത്തിലെ ബലി അത് സുലഭാവകോ എന്തെങ്കിലും അതിക്ക് പരിഹാര മാർഗങ്ങളുണ്ടാ. അതുപോലെ ഒരു മയ്യത്ത് റൗത്തിൽ നിന്ന് പുറത്തെടുത്ത് പോകുമ്പോൾ ആ മയ്യത്തിൻ്റെ സാഹചര്യങ്ങൾ, മയ്യത്തിൻ്റെ സ്ഥിതികൾ എങ്ങനെയായിട്ട് കിടച്ചുള്ളതും അതിലും മർമ്മമായ വിഷയ. ഒരു മനുഷ്യക്ക് റൂഹ് എന്നൊരു തടിക്കിട്. ആ റൂഹ് ഒരു മനുഷ്യരെ തടിയിൽ നിന്നിട്ട് റൂഹ് മറിച്ച സാധ്യത എവിടെ പോകണ്ടു അതങ്ങനെ ഇക്കട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാഗയിൽ പോയിട്ട് ഇക്കിടമാ അതൊരവസ്ഥ എന്തിനായിട്ട് ഇക്കട ചെന്നിട്ടും ഇങ്ങനെ അതിൽ പിന്നെ ആയിട്ട് ഖബറ് കത്തിയിൽ പിന്നെ മനുഷ്യരുടെ സാഹചര്യങ്ങൾ. ഇതിൽ മനസ്സിലാക്കുമ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനത്തെ ഇതുമായി ബന്ധപ്പെട്ടതിൽ പിന്നത്തെ ലോകവും ഇതെല്ലാത്തിലും നിങ്ങൾ മനസ്സിലാക്കി ഓർത്തോളം ഉള്ളത് നല്ല ആൾമാർക്ക് ഒരു നല്ല സാഹചര്യവും ബെടക്ക് ആൾമാർക്ക് ബെടക്ക് സാഹചര്യങ്ങളാണ് ഈ എല്ലാ വിഷയത്തിലും നാം കണ്ടുകൊണ്ടുള്ളത്. അള്ളാഹുടെ പേടിച്ച് ജീവിക്കിടങ്ങ, നന്മകളായിട്ട് ജീവിക്കിടങ്ങ, ഈമാൻ്റെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾമാർക്ക് ഈ എല്ലാ സാഹചര്യങ്ങളും പേടിക്കിരങ്കത്തെ സ്ഥിതിയില്ല. അത് അള്ളാഹു വലിയൊരു പ്രത്യേകമായ സഹലും സലാമത്തും സമാധാനവും തന്നുണ്ടായിരിക്കണം. അതല്ല റബ്ബിടെ പേടിക്കാണ്ട് റബ്ബിടെ ചിന്തയില്ലാണ്ട് ദുനിയാവുടെ സുഖാഡംബരത്തെ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആൾമാർക്ക് ഈ ചൊന്ന ഓരോ വിഷയങ്ങളും വളരെ സങ്കീർണവും വളരെ കഷ്ടവുമായിരിക്കും നേരിടേണ്ടി വേണ്ടി. പക്ഷെ ആ നമ്പലകളും ആ വിഷമങ്ങളും അത് യഥാർത്ഥമായിരിക്കണം. ദുനിയാവുടെ പോലെ താൽക്കാലികമായിട്ടൊരു മരുന്ന് കുടിച്ചിട്ട് സമാവുന്നതല്ല, ഒരു ഓപ്പറേഷൻ ആക്കിയിട്ട് സമാവുന്നതല്ല. അത് അത്ര സുലാഭത്തിൽ ആ ഒരു ഈ നിലക്കുള്ള സാഹചര്യങ്ങളിൽ റൂഹ് തൊണ്ടക്കുലിക എത്തിയാൽ പിന്നെ ബണ്ടെങ്കത്തെ സാഹചര്യങ്ങളെ അതിനെ സമാകുകയും സുലാഭത്തെ തെരുവുകളില്ല. അതൊക്കെ ദുനിയാവിൽ അള്ളാഹുടെ പേടിച്ച് ജീവിക്കുകയും ഓരോന്നുകളുടെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടതിനെ ഹക്ക് പോലെ നിർവഹിക്കുന്നതിന് മാത്രം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ ഭയാനക ഘട്ടങ്ങളിൽ അള്ളാഹു ഇസ്ലാമത്ത് തരുമാറാകട്ടെ. സഹോദരങ്ങളെ, മരിപ്പൂ ചെന്നെങ്കിൽ ഒരു മനുഷ്യ അനുഭവിക്കാനായ വിഷയമായിരിക്കും. ഈ ലോകത്തിൽ ഏത് വിഷയത്തെ നോക്കിയെങ്കിലും അതിൽ അപ്പോഴേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതങ്ങനെ അതിങ്ങനെ, അതങ്ങനല്ല അതിങ്ങനല്ല ചെന്നിട്ടും പല മതങ്ങളിടയിലും പല ജാതികളിടയിലും വ്യത്യാസങ്ങളും മതമില്ലാത്തങ്ങളിടയിലും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ ലോകത്തുള്ള എല്ലാവരും കൂടി അംഗീകരിച്ച് എല്ലാവരും കൂടി ഉറപ്പായിട്ട് ചൊല്ലൊരു വിഷയമായിരിക്കട് മരിപ്പൂ ചൊല്ലത് ഉണ്ടു ചൊല്ലത്. അതിലാർക്ക് എതിർക്കാൻ സാധ്യമില്ല. ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ഐക്യ കണ്ട അഭിപ്രായമായിരിക്കട്. മരിപ്പുണ്ടു ചൊല്ല വിഷയത്തിൽ ആർക്കും എതിർ അഭിപ്രായമില്ല. മനുഷ്യ ഈ ലോകത്ത് വന്നവണു
ഈ ലോകത്ത് എത്തിയവനും മരിക്ക കൊണ്ടു. ഇതിനാരും അഭിപ്രായം ഇല്ലാതെങ്കിൽ ഇത് വിഷയിക്കും. മരിപ്പ് എപ്പായിട്ടിക്കട്ട് തുടങ്ങിയത്, മരണ ചൊല്ലത് തുടങ്ങിയത് എപ്പാ, ഏതൊക്കെ ഒരു ആരംഭിക്കടല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിൻ്റെയും സന്താനങ്ങളെയും ശിക്ഷിച്ചപ്പോൾ മലായികത്ത് അള്ളാഹുവിനൊട്ടിക്ക് ചൊല്ലു, അള്ളാഹുവേ നീ ആദം നബി അലൈഹി സ്വലാമിൻ്റെയും സന്താനങ്ങളെ സൃഷ്ടിക്കടല്ലേ, ഇങ്ങനെ പെത്ത് 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 ലാസ്റ്റിക്ക് ഭൂമിയിൽ ജാഗമേ ഇല്ലാണ്ടായി പോകും. ഭൂമി ഫുള്ളിങ്ങനെ നിറഞ്ഞായിട്ട് പിന്നെ എന്താക്കണം നീ ആൾമാർ, ഭൂമിയിലുള്ള ജാഗ എനിക്ക് വയ്യാവല്ല. പിന്നെ കോട്ടിക്കെട്ടിൽ ആൾമാർ വന്നെ ഭൂമിയിൽ ജാഗയുണ്ട്. അപ്പോൾ അള്ളാഹു താല ചൊല്ലു, ഇന്നി ജാഇലുൻ മൗത, നാണ് മനുഷ്യന്മാർക്ക് മരിപ്പു ചൊല്ലത് കൊടുക്കൂടെ. അപ്പോൾ എന്താവടോ ഈക്ക് പരിഹാരമാവടോ, ഒരാൾ ജീവിക്കിടാറ്, ഒരു ടൈം മരിക്കിറാറ്, വേറെ ഒരാൾ ജീവിക്കിറാറ്, പിന്നെ അങ്ങ് മരിക്കിറാറ്. ഇങ്ങനെ എന്തായിട്ടിക്കട് അങ്ങക്ക് ഈ ലോകത്തിൽ ശാശ്വതാശനാണ് കൊടുക്കില്ല. അപ്പോൾ ആൾമാർക്ക് ജാഗ്യമയ്യാവടൂ. അപ്പോൾ മലായികത്ത് കേൾക്കിറാറ്, നബിയെ അള്ളാഹുവേ മരിപ്പു ചൊല്ലുന്ന മനുഷ്യരെ കൊടുത്ത് തന്നെ ആയെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരു കൊസീൻ്റെ അങ്കിക്കല, ജീവിത ആസ്വാദന ചൊല്ലിക്കാരൻ എപ്പോഴും പേടിൽ ജീവിക്കുവാറ്. അപ്പോൾ അതിക്കൊരു പരിഹാരം വേണില്ല. അള്ളാഹുവെ ചൊല്ലുമ്പോൾ അള്ളാഹ് കൊടുത്ത ഉത്തരമായിരിക്കട്ടെ, അങ്കനാണ് ആഗ്രഹങ്ങൾ ഇട്ട് കൊടുക്കട, കൊതികളിട്ട് കൊടുക്കട, ആശകളിട്ട് കൊടുക്കട. അപ്പോൾ പിന്നെ നമുക്ക് മരിപ്പിന്നെങ്കും എന്തായിരിക്കട്ടെ, ജീവിതത്തെ ചിലപ്പോൾ ആസ്വാദനങ്ങൾ അങ്ങ് ഇട്ടുകൊണ്ടിരിക്കട്ടെ ചെന്നിട്ടായിരിക്കട്ടെ. അപ്പോൾ പണ്ടേ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ച വിഷയമായിരിക്കട്ടെ മരിപ്പ് ചൊല്ലൊരു വിഷയം. ആദം നബി അലൈഹി സ്വലാം ഭൂമി പുറം അള്ളാഹു താല ചൊല്ല്, ഇവര് ചുമ ബിൽഡിങ് അവങ്ങൾ എല്ലാം നിങ്ങൾ ഉണ്ടാക്കണം, ശരി ഹറാം നാശത്തുകായിരിക്കട് ഒലിയില്ല. നിങ്ങൾ ഉണ്ടാക്കിയ ബിൽഡിങ് ഏതും ഒലിയേകില്ല, കുറേ ടൈം കഴിയുമ്പോൾ തിരിഞ്ഞു പോകണം. ഒലി നിങ്ങൾ ചുമ പ്രസവിക്കണം, നിങ്ങൾക്ക് മക്കളുണ്ടാവണം. പക്ഷേ ആ മക്കവും ഒലില്ല ഫനാ അംഗം നാശത്ത് മരിപ്പ് കങ്ങത്തോ കൊണ്ടുവച്ചു. അപ്പോൾ ആദം നബി അലൈഹി സ്വലാം എപ്പോൾ ശിക്ഷിച്ചില്ല, എൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിപ്പു ചൊല്ലി ശിക്ഷിച്ച എങ്ങനത്തെ വിഷയമായിരിക്കും. അപ്പോൾ ഈ ലോകത്തിൽ ആൾമാർ എല്ലാവരും ഒരേ ആയുസ്സിലിക്കില്ല. ചെറിയ വയസ്സിൽ മരിക്കണങ്ങ, കൊറിയ വർഷം ജീവിച്ച് മരിക്കണങ്ങ, 50 വർഷം ജീവിച്ച് മരിക്കണങ്ങ, 60 വർഷം ജീവിച്ച് മരിക്കണങ്ങ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആയുസ്സായിരിക്കണം മനുഷ്യർ അല്ലാഹു തആല കൊടുത്തിരിക്കട്. ആയുസ് യാറോ ഉള്ളെങ്കിൽ അത് ഖൈറായിരിക്കട അല്ലെങ്കിൽ ഷർറായിരിക്കട. ആയുസ് യാറ അവിടുന്ന് നല്ലതാ അല്ലെങ്കിൽ നല്ലതല്ലേ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടിക്കുക, ഒരു സ്വഹാബി വന്ന് കേൾക്കട്ടെ, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ, ഓ അള്ളാഹിൻ്റെ പ്രവാചകരെ, ഈ ലോകത്തെ ആൾമാരെ പൈക്കി ഏറ്റവും നല്ല ആൾമാർ ആരായിരിക്കടാറ്, ഏറ്റവും നല്ല ആൾമാർ ആരായിരിക്കടാറ്. റസൂലുള്ളാഹി തങ്ങൾ ചിന്തെങ്കിൽ ഉത്തര മൻ ത്വാല ഉംറുഹു, ആയുസ് ആർക്ക് യാറ് കിട്ടുക, ദീർഘായുസ് ആർക്ക് കിട്ടുക, അങ്ങ് ഖൈറായിരിക്കടാറ്. പക്ഷേ ദീർഘായുസ് മാത്രം കിട്ടിയത് കൊണ്ട് കാര്യമില്ല, 100 വർഷം ജീവിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അല്ല 90 വർഷം ജീവിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഹസുന അമലുഹു, ആയുസ് യാറ വേണു, അതിനൊട്ടിക്ക് കിട്ടിയ ആയുസ്സിൽ ധാരാളം നന്മകളാവണോ, അതുകൊണ്ട് അമല് നല്ലായിട്ടിക്കണോ, നിസ്കാര വേണോ, നോമ്പുക വേണോ, സ്വതക്ക വേണോ, നല്ല സ്വഭാവം വേണോ, ഇബാദത്ത് വേണോ, അള്ളാഹുടെ പേര് വേണോ, ഇതെല്ലാം അടങ്ങിയെങ്കിയത്ത് സൽക്കർമ്മിയായ ദീർഘായുഷകായിരിക്കട് ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനമുള്ള ചെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. രണ്ടാമത്തെ ചോദ്യമായിരിക്കട് അയ്യുന്നാസി ഷർ, ഇതെല്ലാം പഠിക്കണം. മരിപ്പുടെ വിഷയവും സക്രാത്തിൻ്റെ വിഷയവും ആ ഖബറിൻ്റെ വിഷയവും റൂഹുടെ വിഷയമെല്ലാം പഠിക്കുമ്പോൾ എന്തിനു സംഭവിക്കരുത് ചെന്നുണ്ടായെങ്കിൽ ഇത് കറക്റ്റിനാണ് അർത്ഥാക്കിയെങ്കിൽ മരിപ്പ് എന്തിരെ, ഖബർ എന്തിരെ, മരിച്ചാൽ പിന്നെ റൂഹുടെ വിഷയം എന്തിരെ, ഇതെല്ലാം കറക്റ്റ് ഒരു മനുഷ്യ മനസ്സ് ഉൾഗത്തിൽ അർത്ഥാക്കി ദയിപ്പാട്ടിയാണ്ടായെങ്കിൽ പിന്നെ ഒന്ന് വേഗത്തിൽ തപ്പാക്കില്ല, പിന്നെ ഓണക്ക് വേറെ വാഴൊന്നും അപ്പപ്പം കിട്ടുകൊണ്ടില്ല. ഇതേ ഒന്ന് കൽബിൽ വെച്ചമ്മയ്യ ഓണ് ഓട്ടോമാറ്റിക്കായി നെല്ലാകൊണ്ട് വേണ്ട. ഒരു മനുഷ്യരെ നെല്ലാക്കുള്ള വലിയൊരു മാർഗമാണ് മരിപ്പും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സൂറത്തായ ചെന്ന വിഷയം കഫാബിൽ മൗതി വാഇദ, ഒരു മനുഷ്യ ഏറ്റവും വലിയ ഉപദേശം ആറ് കേട്ടുണ്ടായെങ്കിൽ വാഴ്, ഏറ്റവും വലിയ വാഴ് അത് മരിപ്പൂ ചൊല്ല വിഷയമായിരിക്കും. മരിപ്പൂടെ ഒരു മനുഷ്യൻ നനപ്പാക്കിയാണ്
മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് ഒരു മനുഷ്യ കൽബിൽ സമാപിച്ചെങ്കിൽ ഓൻ ഉപദേശാക്കും അതേമായി വേറെന്തോ ആവശ്യമില്ല ചെന്നിട്ടാണ് ഹബീബുന റസൂലുള്ളാഹി തന്നെ ചെന്നുകൊണ്ടുള്ളത്. അതുകൊണ്ട് മരിപ്പിട വിഷയം സമാനം പഠിക്കണം. പഠിച്ചെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ഓട്ടോമാറ്റിക്കായിട്ട് നല്ലതായിട്ടുമുണ്ട്. നിസ്കരിക്കുമ്പോഴെങ്കിൽ അള്ളാഹുടെ പേടി വേണ്ട, അതുപോലെ എന്താക്കുമ്പോൾ അള്ളാഹുടെ പേടി വേണ്ട, ബെടക്കാക്കുമ്പോൾ ഈ ബെടക്കാക്കടെ വേണ്ട വാവാസെന്നിട്ടുള്ള ഒരു ചിന്ത വേണ്ട. അതുക്ക് മരിപ്പൂടെ ഞങ്ങളെ കൽബിൽ ഗട്ടിയാക്കി വീക്കണം മീനിങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം അയ്യുന്നാസി ഷർ, ഓ നബിയെ മനുഷ്യന്മാരെ കൊടുത്തിൽ ഏറ്റവും ബെടക്കായ ആൾമാർ ആറ് നബിയെ? അപ്പോൾ നബി തങ്ങൾ ചൊല്ലിയ മന്ത്വാല ഒമറുഹു, ആയുസ് യാറുള്ളാൽ ദീർഘായുഷിയായ മനുഷ്യയാണ് ഏറ്റവും ബെടക്ക് പിടിച്ച മനുഷ്യ. ഏത് ദീർഘായുഷി? സാ ഖുലുഖുഹു സാ അമലുഹു, ഓൻ്റെ അമൽ ഓൻ്റെ സ്വറ മാത്രം സമയമില്ല. ഓൻ ആയുസ് യാറെ കിട്ടിയിട്ടും ഇപ്പോഴും ബെടക്കിടെ പെറുത്തു, നിസ്കാരത്തെ ചിന്തയില്ല, ബഡ്ഡിയുടെ പെറുത്തു, വായിൽ പറച്ചൽ, ആൾമാരുടെ കൂടുതലില്ല. ഇങ്ങനെ വല്ലാത്തൊരു അള്ളാഹുടെ പേടിയില്ലാത്ത ജീവനാണ്. ഇങ്ങനത്തെ മനുഷ്യ ആയുസ് ഓൺ യാരെ കിട്ടിയെങ്കിലും ഓൺ വലിയ ഷർറായ മനുഷ്യായിരിക്കണം. കാരണം ആയുസ് യാരെ കിട്ടിയ പോലെ ദോഷ യാരമേ അല്ല. അവിടെ 100 വർഷം ജീവിച്ചിട്ട് എന്തായിട്ട് 100 വർഷം ദോഷം, 50 വർഷത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 50 വർഷം ദോഷം കോടിയാക്കി കിട്ടാൻ. അപ്പം അങ്ങനെ ആയുസ് യാറായത് കൊണ്ട് കാര്യമില്ല. ആ ആയുസ് യാറാവൽ നല്ലത്, പക്ഷേ അമൽ നല്ല ആവണോ? അമൽ ബെടക്കൈത്ത ആയുസ് യാറാവളവും ഷർറായിട്ടിക്കരുത്. അപ്പം ദീർഘായുസ് ചൊല്ലുന്നത് ഖൈറാണ്. ആൾക്ക് അള്ളാഹുടെ പേടിയും അമലിൽ ജീവിക്കുക, സൽക്കർമ്മങ്ങൾ ജീവിക്കുന്ന ആൾ. ഖിയാറുക്കും അതുവലുക്കും അമാറ, ഒരു ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലു, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾമാർ ആരുണ്ട് കൊണ്ടുണ്ടാ? ആയുസ് ദീർഘ ഉള്ള ആൾമാരാണ്. പക്ഷേ നബി തങ്ങൾ അവിടെ നിപ്പാട്ടില്ല. വഹ്സനുക്കും അമല, നിങ്ങളെ കൂട്ടത്തിൽ അമൽ സൽക്കർമ്മങ്ങൾ ആർക്ക് യാറുണ്ടാ? അങ്ങായിട്ടിക്കട് എന്തായിട്ടിക്കട് ഏറ്റവും നല്ല ആൾമാർ. ആയുസ് യാറെ കിട്ടണോ? സൽക്കർമ്മങ്ങൾ യാറാക്കും. ആയുസ് യാറെ കിട്ടുക എന്നുള്ള പരിഹാര മാർഗങ്ങൾ ഇസ്ലാം ദീൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചൊമ്മ വിഷയങ്ങളുണ്ട് ആയുസ് യാറാവുക. ഇസ്ലാം ദീൻ മനുഷ്യർ ആയുസ് യാർ കൂട്ടുക വേണ്ടിയിട്ട് പല നിർദ്ദേശങ്ങൾ തന്നത്. കുടുംബ സമ്പർക്കങ്ങൾ, ഒരു മനുഷ്യക്ക് ആയുസ് യാറെ വേണ കുടുംബ സമ്പർക്കങ്ങൾ ഗട്ടിയാക്കട്ടെ, കുടുംബത്തെ ഗട്ടി ലഭിച്ചോട്ടു, കുടുംബത്തിൽ പിരിസപ്പാടി ആറാക്കട്ടെ, കുടുംബത്തങ്ങളെ മുട്ടാകട്ടെ, കുടുംബത്തങ്ങളെ ഹെൽപ്പാക്കട്ടെ. പൈസ കൊണ്ടിട്ടോ, തടി കൊണ്ടിട്ടോ, ഫോണാകിട്ട്, ഇൻഫ്ലുവൻസ് ആക്കിയിട്ട് എന്തെല്ലാം കൊണ്ട് കുടുംബത്തെ മുട്ട വയ്ക്കാവൂ, വെളിസകാവൂ, അങ്ങനെ ഹെൽപ്പാക്കുക. അതാക്കണ ആൾമാർ ആയുസ് യാറായിട്ടിക്കട്, കുടുംബത്തെ ഔത്തു പോയോണ്ടിക്കട്, കുടുംബത്തെ മങ്ങിയില മരിപ്പുകളെ കൂട്ടെ എനിക്ക് ആയുസ് യാറായിട്ടിക്കട്. സ്വതക്ക വലിയ ആയുസ് യാറാക്കണമെങ്കിൽ ഒരു സ്വത്തായിട്ടിക്കട് സ്വതക്ക കൊടുക്കണേ ചൊല്ല വിഷയം. അതുപോലെ സത്കർമ്മങ്ങൾ, ഇതുപോലെ ധാരാളം സത്കർമ്മങ്ങളുണ്ട്. അതുപോലെ ദുആ, ഒരു മനുഷ്യ ആയുസ് കുറഞ്ഞ ആളായിട്ടിരിക്കും, അതുകൊണ്ട് ആയുസ് വേഗം തീരേണ്ടിക്കും. ഇങ്ങനത്തെ മനുഷ്യ അള്ളാഹുറൊട്ടിക്ക് കൽബ് മനസ്സറിഞ്ഞിട്ട് ദുആർന്നുണ്ടായെങ്കിൽ അള്ളാഹുവിനൊക്കെ ചൊമ്മനി ആയുസ് തരണു, ദീർഘായുസ് തരണു, നിൻ്റെ ത്വാഴത്തിനായിട്ട് വിവാദത്തിലായിട്ടുള്ള ദീർഘായുസ് തരണു ചെന്നിട്ടു. നല്ല കൽബോടുകൂടെ ഒരു മനുഷ്യ അള്ളാഹുറൊട്ടിക്ക് കേട്ടുണ്ടായെങ്കിൽ ആ ദുആ ഓണ്ട് ആയുസ് യാറാക്കുക കാരണമായിട്ടിക്കട്, ദീർഘായുസ് കൊടുക്കുക കാരണമായിട്ടിക്കട്. ഇതുപോലത്തെ ഇസ്ലാം ദീൻ നിർദ്ദേശിച്ച് നന്മകൾ, ധാരാളം നന്മകൾ അതാക്കൾ ഞങ്ങൾ ആയുസ്സിനെ യാറാക്കുന്ന വിഷയങ്ങളായിരിക്കട്. അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ് കിട്ടിയ ആയുസ് അവൻ്റെ ഇബാദത്തിലായിട്ട്, തഖ്വത്തിലായിട്ട്, പേടിയിലായിട്ട്, വെയ്സ്രംഗത്ത് ദീർഘായുസ് അല്ലാഹു തആല നമുക്ക് തരട്ടെ. ഖൈറുൻ നാസ്, ആൽമാരുടെ കൂട്ടത്തിൽ ഖൈറ് ചെന്നിട്ടു റസൂലുള്ളാഹി ചെന്നെങ്കിൽ ഇങ്ങനത്തെ സൽക്കർമ്മങ്ങളുള്ള ദീർഘായുസുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോരോ വിഷയത്തെ യഥാർത്ഥ മനസ്സിലാക്കിയിട്ട് അള്ളാഹുടെ പേടിയോടെ ജീവിക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ ദുനിയാവ് ആഖിറ വിജയത്തിൽ കൈപിടിച്ച് സ്വർഗത്തുകൾ എടുത്തു പോണു റയ്യാനെ ചൊല്ലി സ്വർഗ്ഗം കിട്ടുക വലിയൊരു കാരണമാക്കി തരുമാറാകട്ടെ. വിഷമങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടങ്ങൾ, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു മുക്തമാക്കി തരുമാറാകട്ടെ.